നമസ്കാരം. മലയാളം SCERT ചാനലിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ വേഴാമ്പൽ എന്ന പാഠം ഇന്ന് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നാടൻ പാട്ട് പഠിച്ചല്ലോ. പയ്യനോട് പശുക്കുട്ടിക്ക് പാല് കൊടുക്കാത്തതിനെക്കുറിച്ചും കറുകയോട് സമയത്ത് മുളക്കാത്തതിനെക്കുറിച്ചും കോഴിയോട് കാലത്തു നേരത്ത് കൂവാത്തതിനെക്കുറിച്ചുമെല്ലാം ചോദിക്കുകയും അവർ അതിന് അവരുടേതായ മറുപടി പറയുകയും ചെയ്യുന്നത് നമ്മൾ കേട്ടതാണല്ലോ. മഴയില്ലാഞ്ഞാൽ ആരൊക്കെ വിഷമിക്കും? ആർക്കെല്ലാം എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും? നമുക്ക് നോക്കാം. വേഴാമ്പൽ. മഴയില്ലാ കാലത്ത് ആർക്കെല്ലാം എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും? കവി സുഗതകുമാരിയുടെ വേനൽ എന്ന രചനയിൽ നിന്നെടുത്ത ഭാഗം വായിക്കൂ. വേനൽ എന്ന പുസ്തകത്തിലെ കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. സുഗതകുമാരിയെ നമുക്ക് പാഠത്തിൻ്റെ അവസാനം പരിചയപ്പെടാം. മാനത്ത് നോക്കി തപസ്സിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഞാനും മേലോട്ട് നോക്കിയിരിക്കുന്നു. ആരാണ് മാനത്ത് നോക്കി തപസ്സിരിക്കുന്നത്? വേഴാമ്പൽ അല്ലേ? വേഴാമ്പലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വേഴാമ്പൽ ഒരു പക്ഷിയാണല്ലേ. കേരളത്തിൻ്റെ ദേശീയ പക്ഷിയാണ് വേഴാമ്പൽ. ദേശീയ പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ് അല്ലേ. ദേശീയ മൃഗം ആനയും. വേഴാമ്പലാണ് ദേശീയ പക്ഷി. ഈ വേഴാമ്പലിനെ കുറിച്ചൊരു കാര്യം പറയാറുണ്ട്. വേഴാമ്പൽ മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ മഴയെ നേരിട്ട് കൊക്കിനുള്ളിലേക്ക് കുടിക്കുകയാണത്രേ ചെയ്യുക. മേലോട്ട് നോക്കി മഴവെള്ളം വീഴുമ്പോൾ കൊക്കിലേക്ക് നേരിട്ട് കുടിക്കുകയാണ് ചെയ്യുക എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പൽ എന്ന് വേഴാമ്പലിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ മാനത്ത് നോക്കി മഴയ്ക്ക് വേണ്ടി തപസ് ചെയ്യുകയാണ് വേഴാമ്പൽ എന്ന് സുഗതകുമാരിയും പറയുന്നു. ആ വേഴാമ്പലിനെ പോലെ മഴയ്ക്കായി ഞാനും കാത്തിരിക്കുകയാണ്, കവിയും കാത്തിരിക്കുകയാണ്. നട്ടുച്ച. ആകാശത്തിന് പഴുത്ത ലോഹത്തകിടിൻ്റെ നിറം. വേനൽക്കാലമാണ്, നട്ടുച്ചയും. അപ്പോൾ ആകാശം ചുട്ടുപഴുത്ത ലോഹം പോലെ, പരന്ന ലോഹം പോലെ തോന്നിപ്പിച്ചു എന്നാണ്. ലോഹം അറിയാലോ, സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, അതൊക്കെ ലോഹമാണല്ലേ. ഇത് ആലയിൽ അതിൻ്റെ പണിക്കാർ ആലയിൽ ചൂടിലിട്ടിട്ടത് ചുട്ടു പൊള്ളിച്ചിട്ടാണ് അതിനെ ഓരോ രൂപത്തിലേക്ക് മാറ്റുക. ലോഹം ചുട്ടു പഴുത്താൽ മാത്രമേ അതിനെ ഓരോ ആകൃതിയിലേക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ലോഹം പോലെ. അപ്പോൾ അത് വെട്ടിത്തിളങ്ങും, നല്ല തിളക്കമായിരിക്കും തീയിലിട്ടത് ചുട്ടു പൊള്ളിക്കുമ്പോൾ. അതുപോലെ സൂര്യൻ്റെ ചൂടേറ്റ് ചുട്ടുപൊള്ളി ലോഹത്തകിട് പോലെ നിൽക്കുകയാണ് മുകളിൽ ആകാശം. പൊടി മൂടിക്കെട്ടിയ വായുമണ്ഡലം. ചുറ്റുമാണെങ്കിലോ പൊടിയാണ്. കാറ്റുകൊണ്ടിങ്ങനെ നിറയെ മണ്ണിലെ പൊടി മുഴുവൻ ചുറ്റും ഇലകളിലും അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണ്. വായു മുഴുവൻ പൊടിപടലങ്ങൾ നിറഞ്ഞു കിടക്കുന്നു. മഴ പെയ്യാത്തത് കാരണം കാറ്റ് വീശുമ്പോഴൊക്കെ മണ്ണിൽ നിന്നും പൊടി ഇങ്ങനെ പറന്നു പൊങ്ങും. അങ്ങനെ എല്ലായിടത്തും പൊടി മൂടിക്കിടക്കുകയാണ്. കാറ്റ് പോലും എങ്ങോ പേടിച്ചൊതുങ്ങിയിരിക്കുന്നു. ഒരു കാറ്റ് പോലും വീശുന്നില്ല. അതുകൊണ്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു കിളിയച്ച പോലും കേൾക്കാനില്ല. കിളിയുടെ ഒച്ച, കിളിയുടെ ശബ്ദം പോലും കേൾക്കാനില്ല എവിടെയും. അവയൊക്കെ ചൂട് കാരണം, വേനലിൻ്റെ കാഠിന്യം കാരണം എവിടെയോ പോയി ഒതുങ്ങിയിരിക്കുന്നു. എവിടെയും കിളിയുടെ ശബ്ദം പോലും കേൾക്കാനില്ല. അവയ്ക്ക് ശബ്ദിക്കാൻ പറ്റണ്ടേ? വെള്ളം കിട്ടാത്തത് കൊണ്ട് ദാഹിച്ചു വലഞ്ഞിരിക്കുകയാണ് അവയും. ചൂട് ചൂട് ചൂട്. പിളർന്ന കൊക്കുകളുമായി കാക്കകൾ മുറ്റത്തെ ഒരിത്തിരി തണലിൽ വന്നിരുന്നു പരാതി പുലമ്പുന്നു. ആരാണ് പരാതി പറയുന്നത്? കാക്ക മുറ്റത്തെ തണലിൽ വന്നിരുന്നിട്ട് പരാതി പറയണം. എന്തൊരു ചൂടാണ്,
ചൂടുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പരാതി പറയുകയാണ് കാക്ക. അനാഥയായ ഭ്രാന്തിയെപ്പോലെ ഭൂമി വരണ്ട മാറുമായി വെയിലത്ത് മലർന്നു കിടന്ന് മയങ്ങുന്നു. കാക്കകൾ വെള്ളം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞ് പരാതി പറയുന്നു. അനാഥയായ ഭ്രാന്തിയെപ്പോലെ. എങ്ങനെയാണ് ഭ്രാന്തിയുടെ അവസ്ഥ? മണ്ണും പൊടിയും അഴുക്കുമൊക്കെ നിറഞ്ഞ ദേഹത്തോടെയാണ് ഭ്രാന്തിയെ കാണുക, അല്ലേ? ഇവിടെ ഭൂമിയും അതുപോലെ തന്നെയാണ്. മണ്ണും പൊടിയും അഴുക്കുമൊക്കെ നിറഞ്ഞ ദേഹത്തോടെ കിടക്കുന്ന ഭ്രാന്തിയെപ്പോലെ ഭൂമി ആ നട്ടുച്ച സമയത്ത് വരണ്ടുണങ്ങി കിടക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഭ്രാന്തിയായത്? ഭൂമി അനാഥയായി പോയത് എന്തുകൊണ്ടാണ്? ഉച്ചസമയമാണല്ലേ, ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തത്ര ചൂടാണ്, ചുട്ടുപൊള്ളുന്ന വെയിൽ. ഇപ്പോൾ ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പക്ഷിയില്ല, കാക്കയില്ല, അല്ലേ? മനുഷ്യർക്കോ ജന്തുക്കൾക്കോ ആർക്കും ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ അനാഥയായി മണ്ണും പൊടിയും പുരണ്ട ഭ്രാന്തിയെപ്പോലെ വരണ്ട മാറുമായി കിടക്കുകയാണ് ഭൂമി. എന്തുകൊണ്ടാണ് മാറിടം വരണ്ടിരിക്കുന്നത്? മഴ പെയ്യാത്തത് കൊണ്ടാണല്ലേ? ഭൂമി മാതാവിൻ്റെ മാറിൽ പാൽ ചുരത്തണമെങ്കിൽ മഴ പെയ്യണം. മഴയാണ് പാല്, അല്ലേ? അപ്പോൾ അങ്ങനെ മഴയില്ലാത്തത് കാരണം വരണ്ട മാറിടവുമായി ഭൂമിദേവി അങ്ങനെ ഭ്രാന്തിയെപ്പോലെ അലസമായി അങ്ങനെ കിടക്കുകയാണ്. മണ്ണും പൊടിയും നിറഞ്ഞ് കിടക്കുകയാണ്. നദികൾക്കൊക്കെ ക്ഷയരോഗം. നദികൾ ക്ഷയിച്ചിരിക്കുന്നു. ക്ഷയരോഗം മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്നൊരു പകർച്ചവ്യാധിയാണ്. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ക്ഷയരോഗം. ശ്വാസകോശത്തെയാണിത് പ്രധാനമായും ബാധിക്കുക. വിട്ടുമാറാത്ത പനിയും ചുമയും ക്ഷീണവുമൊക്കെ ആവും. ശ്വാസമുട്ടലുണ്ടാവും. അതുപോലെ ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ച് വരും, മെലിഞ്ഞ് വരും. പ്രതിരോധശേഷി ഇല്ലാതാവും മനുഷ്യൻ്റെ. അതുപോലെ ക്ഷയിച്ച് വന്നിരിക്കുകയാണ് നദികൾ. ക്ഷയരോഗിയെപ്പോലെ ആരോഗ്യം നശിച്ച് മെലിഞ്ഞ് ഒഴുകുകയാണ് പുഴ. എന്തുകൊണ്ടാണ് മെലിയുന്നത്? മഴയില്ലാത്തത് കൊണ്ട് തന്നെ, അല്ലേ? കിണറുകൾക്കൊക്കെ കണ്ണീരുറവ പോലും വറ്റിത്തുടങ്ങിയിരിക്കുന്നു. കിണർ മഴയ്ക്ക് വേണ്ടി കരഞ്ഞു കണ്ണീർ പോലും വറ്റിയിരിക്കുന്നു. കിണറിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല എന്നാണ് പറയുന്നത്. തെങ്ങുകൾ പേടിച്ചു കൂപ്പുകൈകൾ ഉയർത്തി യാചിച്ചു നിൽക്കുന്നു. തെങ്ങോലകളാകുന്ന കൈകളുമായി കൈകളുയർത്തി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. കൃഷിവിളകൾ വരണ്ടു ചാഞ്ഞു ചാവാൻ കിടക്കുന്നു. കൃഷിയൊക്കെ നശിച്ചു തുടങ്ങി, വെള്ളമില്ലാത്തത് കാരണം. തീ പിടിച്ച കാട്ടിൽ നിന്നു പറന്നുയരാൻ ശ്രമിക്കുന്ന പറവകൾ ചിറകു കുഴഞ്ഞു വീഴുന്നു. കാട്ടിൽ കാട്ടുതീ പടർന്നിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പക്ഷികൾ പറന്നുയരാൻ ശ്രമിക്കുന്നു കാട്ടിൽ നിന്നും. പക്ഷേ പറക്കാൻ പറ്റുന്നില്ല. വെള്ളമില്ലാതെ ചൂട് കാരണം അവശരാണ് അവർ. അതുകൊണ്ട് ചിറകു കുഴഞ്ഞവ താഴെ കുഴഞ്ഞു വീഴുകയാണ്. ആനക്കൂട്ടം വെള്ളം തേടി ഉഴന്ന് കാടിൻ്റെ അതിർത്തിയിലെത്തി. ആനക്കൂട്ടം വെള്ളം തേടി ഉഴന്ന് അവിടെ അലഞ്ഞു നടക്കുകയാണ് വെള്ളത്തിനായിട്ട് ആനക്കൂട്ടം. എന്നിട്ട് കാടിൻ്റെ അതിർത്തിയിലെത്തിയിരിക്കുന്നു. അവിടെ നിന്ന് കറങ്ങുകയാണ്. കാട്ടിൽ വെള്ളമില്ല, തീയുണ്ട്. നാട്ടിൽ മനുഷ്യരുമുണ്ട്. അതുകൊണ്ടാണ് അവ അതിർത്തിയിൽ കിടന്ന് കറങ്ങുന്നത്. നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത്? അവിടെ മനുഷ്യരുണ്ട് അവരെ ഉപദ്രവിക്കാൻ. കാട്ടിലും കയറാൻ പറ്റുന്നില്ല, വെള്ളവുമില്ല. പോരെങ്കിൽ കാട്ടുതീയും. നല്ല ചൂടല്ലേ?
അവിടെ കാറ്റിലിങ്ങനെ മുളകളൊക്കെ കൂട്ടി ഉരസി തീയുണ്ടായി. ചൂട് കാരണം തീ ഇങ്ങനെ പടർന്ന് പിടിക്കുകയാണ്. കാട്ടിൽ കാട്ടുതീ കാരണവും നാട്ടിൽ മനുഷ്യർ കാരണവും കാട്ടിൽ പോകാൻ പറ്റാതെ നാട്ടിലും ഇറങ്ങാൻ പറ്റാതെ അതിർത്തിയിൽ കിടന്ന് കറങ്ങുകയാണ് പാവം ആനകൾ. ആനയ്ക്ക് ഏറെയേറെ വെള്ളം വേണം. ആന വലിയ ജീവിയാണല്ലേ. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. നമ്മൾ കുടിക്കുന്ന പോലെ 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ വെള്ളം മതിയോ ആനയ്ക്ക്? പോരാ, അതിൻ്റെ തുമ്പിക്കൈ നിറയെ വെള്ളം വേണം അല്ലേ. അങ്ങനെ ഒരുപാട് വെള്ളം കുടിച്ചാൽ മാത്രമേ അതിൻ്റെ ദാഹം തീരൂ. ആനയ്ക്ക് ഏറെയേറെ വെള്ളം വേണം. മുടിഞ്ഞ കാട്ടിലെ മുടിഞ്ഞ വെള്ളക്കുഴിയിൽ തുമ്പിക്കൈ കൊണ്ട് കുഴിച്ച് ചോര പൊടിഞ്ഞിട്ടും വെള്ളമില്ലാഞ്ഞ് കൊമ്പൻ ഉറക്കെ ഗർജിക്കുന്നു. എൻ്റെ കാട്ടിലെ വെള്ളമെവിടെ അല്ലേ. ഉറക്കെ അലറുകയാണ്. എന്താ ഗർജിക്കുന്നത്? എന്താ അലറി വിളിക്കുന്നത്? എൻ്റെ വെള്ളമെവിടെ? എൻ്റെ കാട്ടിലെ വെള്ളമെവിടെ? എനിക്ക് ദാഹിക്കുന്നു അല്ലേ. ആന പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം വേണം, എൻ്റെ കാട്ടിലെ വെള്ളമെവിടെ എന്ന്. എൻ്റെ കാട്ടിലെ വെള്ളമെവിടെ? വെള്ളമൊക്കെ വറ്റിയത് എങ്ങനെ? ആരാണ് കാടിനെ നശിപ്പിച്ചത് എന്ന് ഉറക്കെ അലറുകയാണ് പാവം ആന. ആരാണ് കാട് നശിപ്പിച്ചത്? മനുഷ്യർ തന്നെ അല്ലേ. മനുഷ്യർ തന്നെയാണ് കാട് നശിപ്പിച്ചത്. കാട് വെട്ടി വയലുകളൊക്കെ നികത്തി കുന്നിടിച്ച് അല്ലേ. അങ്ങനെ പ്രകൃതിയെ നശിപ്പിച്ചു. മഴയില്ലാതായി, ചൂട് വർദ്ധിച്ചു. അങ്ങനെ മനുഷ്യർക്കു തന്നെയും മറ്റു ജീവജാലങ്ങൾക്കും മനുഷ്യരുടെ പ്രവർത്തനം കാരണം വിഷമതകൾ മാത്രം ബാക്കിയായി അല്ലേ. വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുകയാണ് കാട്ടിലെ ജീവികൾ. മനസ്സിലായോ പാഠം? ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. വേനലിൻ്റെ വിഷമം ആനയ്ക്കു മാത്രമല്ല, ചെടികൾ, വള്ളികൾ, മറ്റു ജന്തുക്കൾ എന്നിവയ്ക്കൊക്കെ വേനൽ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും. ചർച്ച ചെയ്തു കണ്ടെത്തൂ. അതാണ് ഒന്നാമത്തെ പ്രവർത്തനം. എന്താണ് ഉത്തരം? ചെടികൾക്ക് എന്താ സംഭവിക്കുക? ഇലകളും പൂക്കളുമെല്ലാം ഉണങ്ങിക്കരിയും അല്ലേ. ചെടികളുടെ ഇലകളും പൂക്കളുമെല്ലാം ഉണങ്ങിക്കരിയും. വള്ളികൾക്കാണെങ്കിലോ അവയ്ക്ക് പടർന്നു കയറാൻ കഴിയില്ല അല്ലേ. പടർന്നു കയറാൻ പറ്റാതെ കുഴഞ്ഞു വീഴുന്നു, ഇലകൾ വാടുന്നു. ജന്തുക്കൾക്കാണെങ്കിലോ ജന്തുക്കൾ വെള്ളവും തണുപ്പും കിട്ടാതെ വലയും. അടുത്ത ചോദ്യം വേനൽ അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ്. വേനൽക്കാലത്ത് നല്ല ചൂടായിരിക്കും. കിണറുകളിലെ വെള്ളം വറ്റും. പുല്ലുകൾ ഉണങ്ങിക്കരിയും. മരങ്ങളിലെ ഇലകൾ വാടും. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ചെടികളും മരങ്ങളുമെല്ലാം വെള്ളം കിട്ടാതെ വിഷമിക്കും. അർത്ഥം: മാനം, ആകാശം. ഒച്ച, ശബ്ദം. വരണ്ട, ഉണങ്ങിയ. ക്ഷയം, നാശം. പര്യായപദങ്ങൾ: വെള്ളം, ജലം, നീര്. നിറം: ചായം, വർണ്ണം. ആന, ഗജം, കരി. പിരിച്ചെഴുതുക. ഏറെ, ഏറെ പ്ലസ് ഏറെ. ആനക്കൂട്ടം, ആന പ്ലസ് കൂട്ടം. വെള്ളം എവിടെ? വെള്ളം പ്ലസ് എവിടെ. ഉത്തരം കണ്ടെത്താം. മാനത്തു നോക്കി തപസ്സിരിക്കുന്നതാരാണ്? വേഴാമ്പൽ. പഴുത്ത ലോഹത്തകിട് പോലെ കാണപ്പെട്ടതെന്ത്? ആകാശം. ആരാണ് കൂപ്പുകൈകൾ ഉയർത്തി യാചിച്ചു നിൽക്കുന്നത്? തെങ്ങുകൾ. കൊമ്പൻ ഉറക്കെ ഗർജിച്ചതെന്ത്? എൻ്റെ കാട്ടിലെ വെള്ളമെവിടെ അല്ലേ. ഇനി ഇതാണ് സുഗതകുമാരി, നമ്മുടെ പാഠം എഴുതിയത്. പ്രശസ്ത കവയത്രിയാണ്. സാമൂഹിക പരിസ്ഥിതി പ്രവർത്തക എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. രാത്രിമഴ, അമ്പലമണി, മുത്തുച്ചിപ്പി, ഒരു പാട്ട് പിന്നെയും, അങ്ങനെ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്.
1934 ജനുവരിയിൽ പത്തനംതിട്ടയിൽ ആറന്മുളയിലാണ് ജനിച്ചത്. 2020 ഡിസംബർ 23 അന്തരിച്ചു. ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.